ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ വീണ്ടും കാറിനകത്ത് തന്നെ ഇനി ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരണ വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. ഫോണൊക്കെ റെഡിയായി, സന്തോഷമായി. അപ്പോൾ പെട്ടെന്ന് ഫോണൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയില്ലോ. അപ്പോൾ ഇനി അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് ചോദിച്ചു. നമുക്ക് അമ്പലത്തിലൊക്കെ ഉത്സവമാണ്, പറമേക്കാവിൽ ഉത്സവമാണ് മാർച്ച് 3-ാം തീയതിക്ക് വരുന്നത്. അപ്പോൾ ഉത്സവം തുടങ്ങി കേട്ടോ. ഇന്ന് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് തുടങ്ങി. ഇനി ഓരോരോ നല്ല ഡ്രസ്സ് അമ്പലത്തിലൊക്കെ കാണാനായിട്ട്. അങ്ങനെ അന്നദാന മണ്ഡപം തിരുവമ്പാടി ക്ഷേത്രത്തില് അത് നടക്കണു. അപ്പൊ അതിൻ്റെതായ പരിപാടികൾ നല്ല വൈബായിരുന്നു അമ്പലത്തിൽ നിന്ന്. നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുമല്ലോ, പ്രത്യേക പൂജയും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു. എന്നാൽ കാരണം ധാരയും കലശവും ഇതൊക്കെ ഉള്ള കാരണം കൃഷ്ണനെ അങ്ങനെയുള്ള ഒരു രൂപത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പം അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ചു, ഇതാ വേണ്ടോളം പ്രാർത്ഥിച്ചു. നാമൊക്കെ ചൊല്ലി എന്തൊക്കെയോ ഒരു മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് പോയി കിട്ടി ഒരു പ്രാർത്ഥനയിലൂടെ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒരു മോഹം തോന്നുന്നുണ്ട്, ഇന്നൊരു പാൽ ചായ കുടിച്ചാലോന്ന്. അത് പുറത്തുനിന്ന് കഴിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, ഏട്ടനോട് പറഞ്ഞ ഏട്ടാ നമുക്കൊരു പാൽ ചായ. ഇവിടെ ഇതടിക്കാൻ പോവാ, എയറടിക്കാൻ പോവാ. ഓക്കെ, ചേട്ടനെ നമ്മുടെ വണ്ടിക്ക് എയർ കുറഞ്ഞേക്കണം. അപ്പോൾ ആ ചേട്ടൻ എയർ പാസ് ചെയ്യാനായിട്ട് പോവാണ്. എയർ പാസ് ചേട്ടൻ്റെ അല്ല, കാറിന് എയർ എടുക്കാൻ പോകണം. അതിന് ചളി. ശരി, അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ ചേട്ടൻ അത് ചെയ്യട്ടെ. പിന്നെ അപ്പോൾ ഇവിടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പോകണ വഴിക്ക് നമ്മൾ കൊക്കാലയുള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പമ്പാണ്, കൊക്കാലയുള്ള പമ്പിലാണ് നമ്മൾ പെട്രോൾ അടിക്കാറൊക്കെ ഉള്ളത്. ഇടയ്ക്ക് ഇവിടേക്ക് അടിക്കുകയില്ല, അവിടെ നിന്ന് മാറി മാറിയൊക്കെ അടിക്കട്ടെ, ഇന്ന സ്ഥലമൊന്നുമില്ല. ഇന്നലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ കിടക്കണ കാരണം സുഖമില്ല. ഇന്നലെ നമ്മൾ രാത്രിയിലെ എന്താണെന്ന് വെച്ചാൽ ബുധനാഴ്ചയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇന്നലെ മീൻകറി ഉണ്ടായിരുന്നു. നല്ല കുഞ്ഞ ചാള കിട്ടിയപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കഴിക്കൂല മീൻകറി. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, മീൻകറി കുറച്ച് ബാക്കിയായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞു, ചക്ക ഇടാം ചേട്ടാ, ചക്ക ഒരെണ്ണം ചെറുതായിട്ടൊക്കെ വിളഞ്ഞു വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്കത് ഇടാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട, ഇന്നിടാമെന്നാണ് തീരുമാനിച്ചിരിക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് ചായ വെക്കണം അങ്ങനെയൊക്കെ. പിന്നെ ഇന്നലെ വൈകിട്ടൊക്കെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ ഇന്ന സമയമൊന്നുമില്ല, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് വിളിക്കാം, അമ്മയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വിളിക്കാം, അത്ര തന്നെ. ഒരു ദിവസം ഒരു വിളി വേണം, നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. പിന്നെ എന്താ പറയുക, ചോറും കൂടി ഇന്ന് ഓഫീസിൽ പോകണം, അപ്പോൾ ചോറും കൂട്ടാൻ ഇരിക്കണം. അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടി. കുറേ നാളായാലും നമ്മൾ കുക്കിംഗ് ബ്ലോഗ്സ് നിങ്ങൾ പൂരങ്ങൾ വേല ഇതൊക്കെ കാണട്ടോ. ഞാൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. കുട്ടിശങ്കരനെയൊക്കെ കണ്ടില്ലേ, നമ്മുടെ അമ്പലത്തിൽ ആളെ ഇരുത്തിക്കാണ് കുട്ടിശങ്കരൻ. ചോപ്പീസിൻ്റെ ആനയായിരുന്നു, ഇപ്പം നമ്മുടെ സ്വന്തം ആനയായി. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു ഈ വേലയ്ക്ക്. പിന്നെ നല്ല ഗാനമേളയായിരുന്നു കേട്ടോ. അതിലൊരു സുധി എന്ന് എനിക്ക് കൊച്ചിൻ ആൾക്കാരുടെ ഒരു ഗാനമേളയായിരുന്നു. അതിൽ സുധി എന്ന് പറഞ്ഞ ഒരു പയ്യനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നന്നായിട്ടുണ്ടായിരുന്നു. ആളുടെ പെർഫോമൻസോട് കൂടിയുള്ള ഗാനമേളയായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പോവായോ നമ്മൾ? പോട്ടെ കേട്ടാ. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴ കിട്ടി. ഇന്നലെ അല്ല, ഇന്ന് പുലർച്ചെ നല്ല മഴ പെയ്തു. ഞങ്ങള് 4 മണിയപ്പോൾ അടിപൊളി മഴ. അപ്പം ഇന്ന് അമ്പലത്തിലേക്ക് പോകണോ, മഴയാവുമ്പോൾ നമുക്ക് വണ്ടിയിലാണെങ്കിലും നമുക്കൊരു മടിയല്ലേ. അപ്പം അമ്പലത്തിൽ പോകണോ, അപ്പോൾ പോകണം. അപ്പം ചേട്ടൻ എണീറ്റ് പിന്നെ വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞു. പിന്നെ 5:15 വരെ ഉക്കര മഴ തിമർത്ത് പെയ്തു. അതായത് വെള്ളമൊക്കെ ഒലിച്ചു പോകുന്ന നല്ല മഴ തന്നെ പെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു. ഒരു ചൂടൊക്കെ അങ്ങനെ, ആ മഴ പെയ്യണേക്കാൾ മുമ്പുണ്ടാവുന്ന ഒരു ആവി ഉണ്ടല്ലോ, ഭയങ്കര കഠിനമായ ചൂടോടുകൂടി വരുന്ന ഒരു സംഭവം, അതെനിക്ക് തീരെ താല്പര്യമില്ല. എന്നാലും എന്താ പ്രകൃതിയല്ലേ അല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അപ്പോൾ ചേട്ടാ ഇവിടുന്ന് പാല് മേടിക്കാൻ ചേട്ടാ നമുക്ക്.
പോയിട്ട് മേടിച്ചിട്ട് വാ. ചേട്ടൻ അങ്ങോട്ട് പോയി പാല് മേടിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ചേട്ടൻ പാല് വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരെ സംസാരിച്ചിരിക്കാമല്ലോ. എനിക്ക് എന്താ പറയുക, ഇന്ന് എന്താ കറി വയ്ക്കേണ്ടത്, എന്താ കറി വെക്കേണ്ടതാണ് എപ്പോഴും ഉണ്ട്. എപ്പോഴും എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാവണ കാര്യം തന്നെ. അപ്പം എനിക്കും ഉണ്ട് അങ്ങനെയൊക്കെ, എന്തിട്ട് വെക്കേണ്ടത് എന്നൊക്കെ ഒരു ചിന്ത വരും. ചിലപ്പോൾ പെട്ടെന്ന് വെക്കും പെട്ടെന്ന്. അപ്പം ഇന്ന് ചക്ക എരിശ്ശേരിയോ ചക്ക പുഴുക്കോ പോലെയൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യാഴാഴ്ചയിലും അത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. എനിക്ക് ഞങ്ങൾ നോൺ കഴിക്കണില്ല. ഏട്ടൻ പറയുകയാണെങ്കിൽ ഏട്ടന് വേണമെങ്കിൽ കൊടുക്കാൻ, കഴിക്കാറൊന്നുമില്ല. പിന്നെ ഇഷ്ടമാണ്, എൻ്റെ നിർബന്ധത്തിന് കഴിക്കാറില്ല. അങ്ങനെ പറയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അങ്ങനെ ആൾ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കഴിച്ചോട്ടെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചക്ക മാത്രമായിട്ട് ചക്ക ഭയങ്കര ചെയ്യാൻ ആദ്യത്തെ ചക്കയാണ് ഇടാൻ പോകുന്നത്. ചേട്ടങ്ങനെ പാല് കിട്ടിയോ? അങ്ങനെ പാല് കിട്ടി. മിൽമയാണ് നമ്മുടെ പാല്. മിൽമ പാല് വെച്ചിട്ട് അങ്ങ് ചായ ഉണ്ടാക്കാം. കുറേ നാളായി ചായ ഉണ്ടാക്കിയിട്ട് പാൽ ചായ അപ്പോൾ കുടിക്കാം. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പാൽ ചായയൊക്കെ കുടിക്കാറുണ്ടായിരുന്നു പണ്ട്. കുറേ നാളുകളായിട്ട്, പണ്ടല്ല കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ നിർത്തി വരിക. ഞാനിപ്പോൾ എവിടെ പോയാലും മൊസാമ്പി ജ്യൂസ് അല്ലെങ്കിൽ ലൈം ജ്യൂസാണ് ഉണ്ട്. മെയിനായിട്ട് ലൈം ജ്യൂസ് തന്നെ കുടിക്കാം. നാരങ്ങ വെള്ളം അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് ചായ കുടിക്കൽ നിർത്തിയിരിക്കുകയായിരുന്നു. എനിക്ക് ആ സമയം അതുകൊണ്ടൊരു ഗുണമുണ്ട്. എനിക്ക് നന്നായിട്ട് റെഡി ആവുന്നുണ്ട്. എനിക്ക് മോഷനൊക്കെ പോവാതെ കുറച്ച് പാടൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം നന്നായിട്ട് വന്നു. പിന്നെ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടി ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്ന സ്കിന്നൊക്കെ കുറച്ചുകൂടി സോഫ്റ്റായി. വല്ലാണ്ട് സോഫ്റ്റായി എന്നല്ല, ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു എനിക്ക്. അപ്പം പിന്നെ എനിക്ക് തൈറോയിഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് ഇത് ഇല്ലാതെ ആയിരുന്നപ്പോൾ പാല് കുടിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് കുടിക്കുക. നമ്മൾ കഴിച്ചിരുന്ന സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് അത് കട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അതൊക്കെ കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കുടിച്ചതുകൊണ്ട് നമ്മൾ ചത്തൊന്നും പോവില്ലല്ലോ. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ ഇടാൻ പോകുന്ന ചക്ക ഇതാണ്. ഈ ചക്കയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കാഷ്യൂനട്ട് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, കാഷ്യൂനട്ട് പോലെ കേട്ടോ. ഈ ചക്കയാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്നറിയോ, നമ്മുടെ ഈ നമ്മുടെ ചെച്ചി മരത്തുമ്മ നിറയെ പൂക്കളുണ്ടായിരിക്കുന്നു. കണ്ടോ, അപ്പുറത്തേക്കൊക്കെ പൂക്കളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ചെച്ചി മരത്തുമ്മയും പൂ കാച്ചു. അടിപൊളി പൂത്തിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്ന ധാരാളം പൂത്തിട്ടുണ്ട്. അങ്ങനെ വിഷു വരുമ്പോൾ ഈ പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് ധാരാളം ഇങ്ങനെ പൂത്തു ലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. മുറ്റത്തൊക്കെ കണിക്കൊന്ന വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ചേട്ടൻ എന്താ ചക്കയ്ക്ക് ഇടാനായിട്ട് വന്നു. ചക്ക ആദ്യമായിട്ട് പോകണം. അതാ പറഞ്ഞ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞു ഞാൻ അവരോട്. ചേട്ടൻ്റെ അങ്ങനെ അച്ചക്ക ഇട്ട് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇളക്കാണ്ട് എടുക്കണം കേട്ടോ. കുഴപ്പമില്ല. അതെ, ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഞാൻ പുഴുക്കുണ്ടാക്കി. ഞാൻ പെട്ടെന്ന് തിരക്കായിരുന്നു. ഏട്ടന് പോകേണ്ടതല്ലേ, ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ ഞാൻ തിരക്കിലായി പോയിട്ടോ. ഞാൻ പുഴുക്കുണ്ടാക്കിയത് കാണിച്ചു തരാം. ചക്കപ്പുഴുക്കുണ്ടാക്കിട്ടോ കാണിച്ചു തരേ. ഇതാണ് കേട്ടോ ചക്കപ്പുഴുക്ക്. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ഞാൻ അവിടെ വെച്ചിരിക്കുക, നന്നാക്കാനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനിന്ന് കഞ്ഞിയാണ്. അപ്പോൾ കഞ്ഞിയും അതുപോലെ പുഴുക്കും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പുഴുക്കം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അജിന്ത്യ ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.